ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മീൽ പ്ലാനും മീൽ പ്രപ്പും ഒക്കെ നോക്കിയല്ലേ. പക്ഷെ എല്ലാ തവണയും ഗ്രോസറിക്ക് പോകുമ്പോൾ എങ്ങനെയാണ് ഞാൻ എൻ്റെ ഗ്രോസറി ലിസ്റ്റ് തയ്യാറാക്കി എന്തൊക്കെ മാൻഡേറ്ററി സാധനങ്ങളാണ് ഓരോ തവണയും വാങ്ങിക്കുന്നതെന്ന് നോക്കിയാലോ. എല്ലാ തവണയും പച്ചക്കറി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കും, പ്രോട്ടീനായിട്ട് നമ്മുടെ മീറ്റ് കാര്യങ്ങൾ കുറച്ച് വാങ്ങിക്കും. പക്ഷെ ഓരോ ടേണിലും ഈ പറഞ്ഞ പോലെ ഇത്തവണ വാങ്ങിച്ച പച്ചക്കറികളായിരിക്കില്ല അടുത്ത തവണ വാങ്ങിക്കുക, മാറി മാറി വാങ്ങിക്കാൻ ശ്രമിക്കും. അതുപോലെ തന്നെ മീറ്റ് ആണെങ്കിലും ഒരു തവണ പോർക്കും ബീഫും ഒക്കെയാണ് വാങ്ങിച്ചെങ്കിൽ അടുത്ത തവണ മട്ടനും ചിക്കനും വാങ്ങിക്കും, അല്ലെങ്കിൽ അടുത്ത തവണ മീനും ഷ്രിമ്പും വാങ്ങിക്കും. അങ്ങനെയൊക്കെ മാറി മാറി വാങ്ങിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്നൊന്ന് പോയി ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അല്ലേ. ഇത്തവണത്തെ എൻ്റെ ഗ്രോസറി ലിസ്റ്റിലുള്ളത് ബീട്രൂട്ടാണ്. ഇവിടെ ബീട്രൂട്ട് കുറച്ച് അധികം, ബീട്രൂട്ടൊന്നുമല്ല, എല്ലാ സാധനങ്ങളും ഇങ്ങനെ ബാഗിലായിട്ട് വന്ന് കുറച്ച് അധികമാണ് നമുക്ക് എപ്പോഴും കിട്ടുക. പിന്നെ ഫേവറേറ്റ് തിങ് എപ്പോഴും ഗ്രോസറിക്ക് നമ്മൾ വാങ്ങിക്കുന്നൊരു സാധനമാണ് അവക്കാഡോ. പിന്നെ ബെൽ പെപ്പർ അല്ലെങ്കിൽ ക്യാപ്സിക്കം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. പല നിറത്തിൽ, പച്ച, ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ എന്നുള്ള നിറത്തിൽ ഓരോന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് മാങ്ങപ്പഴം എന്തിനാ? മാമ്പഴ പുളിശ്ശേരി വയ്ക്കാം, മാങ്ങ മോരുകറി വയ്ക്കാം, അല്ലെങ്കിൽ മാങ്ങ അറുത്ത് കഴിക്കാം. ഈ ടൈപ്പിലുള്ള മാങ്ങയാണ് എനിക്ക് മാമ്പഴ പുളിശ്ശേരിക്കൊക്കെ പറ്റിയതെന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ. സോ മാംഗോസ് മാറ്റർ വാട്ട്, എല്ലാ തവണ ഗ്രോസറിക്ക് പോകുമ്പോഴും ലിസ്റ്റിൽ പോലും എഴുതിയില്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കേണ്ട സാധനങ്ങളാണ് നമുക്ക് ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി പോലുള്ള എല്ലാ സാധനങ്ങളും എല്ലാ തവണ നമ്മൾ ഗ്രോസറിക്ക് പോകുമ്പോഴും എന്ത് വാങ്ങിച്ചാലും ഇല്ലെങ്കിൽ ആ സാധനങ്ങൾ വാങ്ങിക്കും. സോ തക്കാളി. പിന്നെ ഒരിത്തിരി നല്ല കപ്പ കിട്ടി. സോ കപ്പ വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാ തവണയും ചിലപ്പോൾ സ്റ്റോറിൽ നല്ല കപ്പ കിട്ടണമെന്നില്ല. സോ അത് നോക്കി വാങ്ങിച്ചതാണ് ഇതാണ്. പിന്നെ ചീര ഞാൻ എടുത്ത് ഉപയോഗിച്ച് തുടങ്ങി. സോ ചീര, ഇതാണ് എൻ്റെ വെജിറ്റബിൾ ഐറ്റംസ്. ഇനി ബാക്കിയുള്ള സാധനം, ഇത്തവണ പനീർ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ എല്ലായ്പ്പോഴും നമ്മൾ പാൽ വാങ്ങിക്കും. ഇതിൻ്റെ ഒരു 3 ബാഗായിട്ടാണ് നമുക്ക് വരുന്നത്. ഒന്ന് പൊട്ടിച്ച് ഉപയോഗിച്ച് തുടങ്ങി. സോ പാൽ. ബ്രെഡ് ഓരോ തവണ പല രീതിയിൽ ബ്രെഡ് വാങ്ങിക്കും. നാട്ടിലൊന്നും ഉണ്ടായിരുന്ന സമയത്ത് ഇത്രയും വെറൈറ്റീസ് ബ്രെഡ് ഉണ്ടെന്ന് പോലും എനിക്കറിയില്ല. ഇവിടെ വൈറ്റ് ബ്രെഡ്, വീറ്റ് ബ്രെഡ്, മൾട്ടിഗ്രെയിൻ ബ്രെഡ്, വൈറ്റ് റൈ, ഡാർക്ക് റൈ, പിന്നെന്താ ഗാർലിക് ബ്രെഡ്, സൗർഡോ ബ്രെഡ്, മഫിൻസ് പലതരത്തിൽ, ബേഗിൾസ് പലതരത്തിൽ, ബണ്ണ് പലതരത്തിലുണ്ട്. ഇപ്പോൾ ഈ ബണ്ണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ബർഗർ ഉണ്ടാക്കാനല്ല, എഗ് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബണ്ണ് വാങ്ങിച്ചത്. പിന്നെ തേങ്ങ ഞങ്ങൾക്ക് 2 രീതിയിൽ കിട്ടും. ഒന്ന് ഷ്രെഡഡ് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ, പിന്നെ ഇങ്ങനെ പൂളി എടുത്ത പോലത്തെ ഒരു തേങ്ങ. ഇത് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെ വെട്ടി ഓരോ ക്യൂബായിട്ട് എടുത്തു വയ്ക്കുക, സിപ്പ് ലോക്ക് ബാഗിലാക്കി എടുത്തു വയ്ക്കുകയാണ് പതിവ്. അപ്പോൾ ഓരോ പീസായിട്ട് നമ്മൾക്ക് എടുക്കാം. അല്ലാതെ ഇത് ഫ്രീസായി കഴിഞ്ഞാൽ പിന്നെ പൊട്ടിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇത് ഷ്രിമ്പ് എന്ന് പറയും, അല്ലെങ്കിൽ അഥവാ പ്രോൺസ്. ഇവിടെ ഇങ്ങനെ പാക്കറ്റിൽ വാങ്ങിക്കുന്നത്. കുക്ക്ഡായിട്ടും വരും, നോൺ കുക്ക്ഡും വരും. ഞാനൊന്നും ആദ്യമൊന്നും അറിയാതെ കുക്ക്ഡായിരുന്നു വാങ്ങിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അത് നോക്കി ഇതുപോലെ കുക്ക് ചെയ്യാത്ത രീതിയിലുള്ളത് വാങ്ങിക്കും. ഇത് പിന്നെ മീൻ. ഇവിടെ കാനഡയിൽ കോസ്റ്റൽ റീജിയനേക്കാളും കൂടുതൽ ഫ്രഷ് വാട്ടർ ലേക്കുകളൊക്കെയാണ് കൂടുതൽ. അപ്പം ഫ്രഷ് വാട്ടറിൽ വളരുന്ന, ശുദ്ധജല തടാകത്തിൽ വളരുന്ന മീനുകളൊക്കെ ആയിരിക്കും കുറച്ച് സുലഭമായിട്ട് കിട്ടുന്നത്. ഞാൻ ഓക്കെയാണ്, 2 മീനും എനിക്ക് ഓക്കെ ആവും. പക്ഷേ ഇവിടെ തിരുവനന്തപുരത്ത് നിന്നുള്ള ആൾക്ക് എല്ലാ രീതിയിലുള്ള മീൻ അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു മീനാണ് ബാസ സ്റ്റേക്ക്. ഇത് വളരെ ചീപ്പാണ് ഇവിടുത്തെ സ്റ്റോറുകളിൽ. അപ്പോൾ അങ്ങനത്തെ മീൻ, ഇത് വറുക്കാനും കറി വയ്ക്കാനും അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മീൻ. പിന്നെ മട്ടൻ ഇവിടെ കിട്ടാറേ ഇല്ല. ഇവിടെയുള്ള ആൾക്കാർക്ക് ആട്ടിറച്ചി ഇഷ്ടമല്ല, അതുകൊണ്ട് മട്ടൻ കിട്ടാറില്ല. മട്ടൻ പോലെ ഇവിടെ കടകളിൽ വെച്ചിരിക്കുന്നത് ലാമ്പാണ്. ലാമ്പിൻ്റെ മീറ്റ് നമുക്ക് കഴിക്കുമ്പോൾ നല്ല വ്യത്യാസം തോന്നും.
അപ്പോൾ മട്ടൺ വളരെ സുലഭമായിട്ടും സ്റ്റോറിൽ എപ്പോൾ നോക്കിയാലും കാണാറുമില്ല, വല്ലപ്പോഴും മാത്രം വരുന്നതാണ്. അങ്ങനെ വന്നത് തന്നെ വാങ്ങിച്ചതാണ്. ഇതാണ് നമ്മുടെ ഗോട്ട് മീറ്റ്, അല്ലെങ്കിൽ അതിൽ എഴുതിയിട്ടുണ്ടാകും ലാമ്പ് എന്ന്. ഇവിടെ ഇപ്പോൾ നമ്മൾ മട്ടൻ ബിരിയാണി പോയി വാങ്ങിച്ചാൽ നമുക്ക് കിട്ടുന്നത് ലാമ്പ് ബിരിയാണി ആയിരിക്കും. അപ്പോൾ മട്ടൻ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെയുള്ള ആൾക്കാർക്കും മട്ടൺ ഇഷ്ടമല്ല. അവർ പറയുന്നത് ഗോട്ടിൻ്റെ സ്മെല്ല്, ആടിൻ്റെ സ്മെല്ല് ഭയങ്കരമായിട്ടുണ്ടാവും, അതുകൊണ്ട് ആട്ടിറച്ചി കഴിക്കാറില്ല എന്നാണ് പറയുന്നത്. സോ ഇതൊക്കെയാണ് ഞാൻ ബൈ വീക്ക്ലി എൻ്റെ ഗ്രോസറിയിൽ വാങ്ങിക്കാറുള്ളത്. പച്ചക്കറി കുറച്ച് വാങ്ങിക്കും, പിന്നെ കുറച്ച് മീറ്റ് വാങ്ങിക്കും, പിന്നെ ഡയറി പ്രോഡക്ട്സ്, മിൽക്ക്, മുട്ട, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വാങ്ങിക്കും. ഇനി അതുകൂടാതെ ഈ വീക്കെൻഡ് നമ്മൾ കേരള ഗ്രോസറിയിൽ കൂടെ പോയി. അവിടെ ഞങ്ങൾ മാൻഡേറ്ററി ആയിട്ട് വാങ്ങിക്കുന്ന മറ്റൊരു കാര്യം പുട്ടുപൊടി, നല്ല പാലപ്പം മിക്സ്. എനിക്കും രാഹുലിനും രണ്ടുപേർക്കും ഇഷ്ടമാണ് ആപ്പം, അതുപോലെ പുട്ട്. സോ അത്, പിന്നെ വെളിച്ചെണ്ണ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതുപോലുള്ള ക്യാനിൽ, ഇവിടുത്തെ തണുപ്പ് കാരണം ഇങ്ങനെ ഉറഞ്ഞിരിക്കുന്നതുണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. അതുകൂടാതെ പിന്നെ നമ്മളുടെ കറികളിൽ തേങ്ങാപ്പാൽ ഉപയോഗിക്കുമല്ലോ, അപ്പോൾ തേങ്ങാപ്പാലിന് വേണ്ടിയിട്ട് ഇങ്ങനെ വാങ്ങിച്ചു. ഇത് കേരള സ്റ്റോറിൽ നിന്നല്ല, ഇവിടുത്തെ വാൾമാർട്ടിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണിത്. പിന്നെ അത് കൂടാതെ സ്നാക്ക് ഐറ്റംസ്, മുറുക്ക്, പിന്നെ എപ്പോൾ ഞാൻ പോയാലും വാങ്ങിക്കുന്ന ഒരു സാധനമാണ് കടലമിഠായി. എനിക്കിവിടുത്തെ ഡോണറ്റ്സും ടിംബിറ്റ്സും അല്ലെങ്കിൽ ഡെസേർട്ട് ഐറ്റംസും ചോക്ലേറ്റ് ബ്രൗണിയോടൊന്നും എൻ്റെ ഫ്രണ്ടിൽ വെച്ചാൽ പോലും ഞാൻ കഴിക്കില്ല. പക്ഷേ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചാൽ സ്വർഗമാണ്. പിന്നെ കേരള സ്റ്റോറിൽ പോകുമ്പോൾ നമ്മൾ 2 തരത്തിലുള്ള അരി വാങ്ങിക്കും. സാധാരണ നമ്മൾ വൈറ്റ് റൈസൊക്കെ ഉപയോഗിക്കും, ചോറ് വയ്ക്കാൻ ഉപയോഗിക്കും. പക്ഷേ മട്ടയരി കിട്ടുമ്പോൾ മട്ടയരിയാണ് ബെസ്റ്റ് ചോയ്സ്. മട്ടയരി വാങ്ങിക്കും. പവിഴം മട്ട, ഇത് ഇവിടുന്ന് പാലക്കാട് നിന്നാണോ? പാലക്കാട് മട്ടയരി. ഇത് ഞാൻ വേറെ 2-3 ബ്രാൻഡിൻ്റെ മട്ടയരി ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മട്ടയരി പവിഴത്തിൻ്റെ ബ്രാൻഡ് ഇനി ഇഷ്ടമാണ്. കുക്കറിൽ വെച്ച് ഒരു 3 വിസിലാകുമ്പോഴത്തേക്കും ഇത് റെഡിയാവും. പിന്നെ വറുത്ത് കഴിയുമ്പോഴത്തേക്കും അടിപൊളിയായിട്ടുണ്ടാവും. ഇനി ഒരു ദിവസം എടുത്തു വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ പോലും ഇത് ഭയങ്കര ഫ്രഷായിട്ടിരിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്, പവിഴത്തിൻ്റെ മട്ടയരി. അതുകൂടാതെ ബിരിയാണി വയ്ക്കാൻ നമ്മൾ ടിൽഡയുടെ ബസ്മതി റൈസ് ഉപയോഗിക്കും. ബിരിയാണി, പുലാവ്, മന്തി, ഫ്രൈഡ് റൈസിനൊക്കെ ഉപയോഗിക്കും. അത് കൂടാതെ നമ്മുടെ നാട്ടിലുള്ള രീതിക്ക് ബിരിയാണി, ഞങ്ങളുടെ ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ റാവുത്തർ ചിക്കൻ ബിരിയാണി പോലെയൊക്കെ അങ്ങനെയൊക്കെ വയ്ക്കുക. അപ്പോൾ ആ ബിരിയാണി, നെയ്ച്ചോറിനൊക്കെ ജീരകശാല അരിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ജീരകശാല അരിയൊക്കെ കിട്ടണമെങ്കിൽ ഇതുപോലെ കേരള ഗ്രോസറി പോയി വാങ്ങിക്കണം. അപ്പം ഇങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് വാങ്ങിക്കാം. അപ്പം ഇതൊക്കെയാണ് എൻ്റെ മാൻഡേറ്ററി ഗ്രോസറി എപ്പോഴും വാങ്ങിക്കുന്ന സാധനങ്ങൾ. അതുകൂടാതെ നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങിക്കും. ഫ്രൂട്ട്സിൽ എല്ലാ വട്ടവും പഴം കാണും, പഴം വാങ്ങിക്കും. ഇത് അധികം കൂടുതൽ വാങ്ങിച്ചു വയ്ക്കില്ല, കാരണം പെട്ടെന്ന് അതങ്ങ് പഴുത്തു പോവും. അതുകൊണ്ട് പഴം. പിന്നെ നമ്മുടെ ഇവിടെ സാധാരണ വാങ്ങിക്കാൻ കിട്ടുന്ന പഴം എന്ന് പറഞ്ഞാൽ ചെറുപഴ, ഇങ്ങനെ നമ്മുടെ നാട്ടിൽ അതിന് എന്താ പറയുക, പച്ചനാടൻ പഴം, അങ്ങനത്തെ ഒരു ടൈപ്പാണ്. ഇങ്ങനത്തെ നമ്മളുടെ അടുത്ത് പോലെ ഏത്തയ്ക്കാപ്പഴം ഇവിടെ അങ്ങനെ കിട്ടാറില്ല. അതുപോലെ കേരള ഗ്രോസറി പോയപ്പോൾ വാങ്ങിച്ചാണ് പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബൈ വീക്ക്ലിയാണ് നമ്മളുടെ റെഗുലർ ആയിട്ടുള്ള ഗ്രോസറി ചെയ്യാറ്. പിന്നെ ഈ കേരള ഗ്രോസറിയൊക്കെ 2-3 മാസത്തിലൊരിക്കൽ മാത്രമായിരിക്കും നമ്മൾ പോയി വാങ്ങിക്കുന്നത്. ഇതൊക്കെയാണ് എൻ്റെ മാൻഡേറ്ററി ഗ്രോസറീസ്. സോ ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടിൽ ദെൻ ബൈ ബൈ.